വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. 1PM ന്യൂസിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രത്തൻ യു കേൽക്കറെ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ സെക്രട്ടറിയായി നിയമിച്ചതിൽ കോൺഗ്രസിനുള്ളിലും അതൃപ്തി. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് ഭരിക്കുന്നവരുടെ തീരുമാനമെന്ന് പറഞ്ഞൊഴിയുകയായിരുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. നിയമനത്തിൽ CPIM-ഉം BJP-യും വിമർശനം കടുപ്പിച്ചു. വിവാദങ്ങൾക്കിടെ രത്തൻ യു കേൽക്കർ സെക്രട്ടേറിയറ്റിലെത്തി ചുമതല ഏറ്റെടുത്തു. ബംഗാളിൽ BJP അധികാരത്തിലെത്തിയതിന് പിന്നാലെ മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ ചീഫ് സെക്രട്ടറിയും SIR നിരീക്ഷകനായിരുന്ന ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവുമാക്കിയതിനെതിരെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ വിമർശിച്ചിരുന്നു. മോഷണം കൂടുംതോറും പ്രതിഫലവും കൂടുമെന്നായിരുന്നു രാഹുലിന്റെ വിമർശനം. ഈ വിമർശനം ഉയർത്തിയാണ് രത്തൻ യു കേൽക്കറുടെ നിയമനം BJP-യും CPM-ഉം ദേശീയ തലത്തിൽ ചർച്ചയാക്കുന്നത്. ഇതിനിടെയാണ് KC വേണുഗോപാലിന്റെ മുനവെച്ചുള്ള പ്രതികരണം. സർക്കാരിന്റെ കണ്ണ് തുറപ്പിക്കുന്ന യുവജന രോഷമാണ് ഇപ്പോൾ നമ്മൾ പ്രകടമാകുന്നത്. അത് സർക്കാർ ചെയ്യേണ്ടതിനെ പോസിറ്റീവായി എടുക്കാൻ വേണ്ടത്. അതിനെ പോസിറ്റീവായി എടുത്ത് ആ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടത്. ആ ചെറുപ്പക്കാരുടെ വികാരം മാനിക്കുന്ന ഒരു സർക്കാരിൻ്റെ കടമയാണ്. ആ സർക്കാർ ചെറുപ്പക്കാരുടെ വികാരം മാനിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്. അതല്ലാതെ അതിനെ ഉരുക്കുമുട്ടി ഉപയോഗിച്ച് നേരിട്ടാൽ അത് കൂടുതൽ ശക്തി പ്രാപിക്കത്തേ ഉള്ളൂ. നിയമനത്തിൽ കോൺഗ്രസിനകത്ത് തന്നെ പ്രശ്നങ്ങളുണ്ടെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. 10,000-കണക്കിന് വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ അനുവാദം കൊടുക്കാതിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വക്താവാണ് യഥാർത്ഥത്തിൽ കേൽക്കർ. അദ്ദേഹത്തിനെതിരായി അതിശക്തിയായിട്ടുള്ള ആക്ഷേപമാണ് കേരളത്തിലുടനീളം. കോൺഗ്രസിൻ്റെ അകത്ത് തന്നെയുള്ള പ്രശ്നങ്ങളുണ്ട്. അത് അവർ തന്നെ കൃത്യമായിട്ട് ശക്തിയായ രീതിയിൽ ന്യായീകരിക്കാനോ എതിർക്കാനോ തയ്യാറാവുന്നില്ല. ബംഗാളിൽ അവർ എതിർത്തത് ഭരണപക്ഷം എന്ന രീതിയിലല്ല ഉള്ളവരല്ല, പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ, അഖിലേന്ത്യാ നേതാക്കന്മാർ തന്നെ. രാഹുൽ ഗാന്ധിയുടെ കാപട്യം തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നുവെന്ന രൂക്ഷ വിമർശനവുമായി BJP നേതാവ് അമിത് മാളവ്യയും രംഗത്തെത്തി. പ്രതിപക്ഷ വിമർശനങ്ങൾക്കിടെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ഡോക്ടർ രത്തൻ കേൽക്കർ ഇന്ന് സെക്രട്ടേറിയറ്റിലെത്തി ചുമതലയേറ്റു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അവധി ദിനത്തിൽ തന്നെ ചുമതല ഏറ്റെടുത്തത്. 24 തിരുവനന്തപുരം. IAS തലപ്പത്തെ അഴിച്ചുപണിയിൽ വകുപ്പ് മന്ത്രിമാർക്ക് അതൃപ്തിയുണ്ട്. ജില്ലാ കളക്ടർമാരുടെ സ്ഥലമാറ്റം നടത്തിയത് റവന്യൂ മന്ത്രി അറിയാതെയാണ്. അമർഷമുണ്ടെങ്കിലും വിഷയത്തിൽ മന്ത്രിമാർ പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറായില്ല. പുതിയ സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ IAS തലപ്പത്ത് വൻ അഴിച്ചുപണികൾ നടത്തി പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കിയത് ഇന്നലെ. 6 ജില്ലാ കളക്ടർമാരെ മാറ്റിയതുൾപ്പെടെയുള്ള തീരുമാനം റവന്യൂ മന്ത്രി AP അനിൽകുമാർ അറിയാതെയാണ് പൊതുഭരണ വകുപ്പ് പുറത്തിറക്കിയത്. കൂടാതെ വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയടക്കം തങ്ങളുടെ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥ മാറ്റം അറിഞ്ഞിരുന്നില്ല. വ്യവസായ വകുപ്പിന്റെ ഡയറക്ടറായി നിയമിച്ചത് കണ്ണൂരിലെ നവീൻ ബാബുവിന്റെ മരണത്തിൽ വിവാദത്തിൽപ്പെട്ട അരുൺ K വിജയനെയാണ്. എന്നാൽ ഇതിൽ പരസ്യ പ്രതികരണത്തിന് മന്ത്രിമാർ തയ്യാറായിട്ടില്ല. എൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അത് ആശയം പറയേണ്ട ആവശ്യമില്ല. പുതിയൊരു ഗവൺമെൻറ് വന്നിരിക്കുകയാണ്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇലക്ഷനിൽ ഗവൺമെൻറ് വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ എങ്ങനെ നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ സീരിയസ് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന ഓരോരോ കാര്യങ്ങളിൽ അപ്പോൾ പ്രതികരണം എന്ന രീതി എനിക്കില്ല. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ വിഷയം ചർച്ചയാകുമെന്നാണ് സൂചന. വകുപ്പ് മാറ്റം മുഖ്യമന്ത്രിയുടെ അറിവോടെ എന്നാണ് ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണം. 24 തിരുവനന്തപുരം. UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ മുൻ മന്ത്രി റോഷി അഗസ്റ്റിന് കുരുക്ക്. കൊളപ്ര ടൂറിസം പദ്ധതിയിൽ 112 കോടിയുടെ ക്രമക്കേട് ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങി. ഇടുക്കി വിജിലൻസ് DYSPക്കാണ് അന്വേഷണ ചുമതല. അതേസമയം അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് റോഷി അഗസ്റ്റിൻ 24 പറഞ്ഞു. കോളപ്ര ടൂറിസം പദ്ധതിയിൽ 112 കോടിയുടെ ക്രമക്കേട് നടന്നെന്ന കോൺഗ്രസ് നേതാവ് ബേബി ജോസഫിന്റെ പരാതിയിലാണ് വിജിലൻസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചത്. കോളപ്ര ടൂറിസം പദ്ധതിയുടെ ടെൻഡർ നടപടികളിൽ വലിയ വീഴ്ചയും അലംഭാവവും വരുത്തിയെന്നും സ്വകാര്യ ഏജൻസിക്ക് കൊള്ളലാഭം ലഭിക്കത്തക്ക രീതിയിൽ ടെൻഡർ നടപടികൾ അംഗീകരിച്ചതായും പരാതിയിൽ പറയുന്നു. 30 വർഷത്തിന് ജലാശയവും തീരങ്ങളും കോഴിക്കോട് FSIT റീഡിഫൈൻ ഡെസ്റ്റിനേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിക്ക് കൈമാറിയതിൽ ക്രമക്കേട് നടന്നെന്നാണ് പരാതിയിലുള്ളത്. ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും വഴിവിട്ടൊന്നും ചെയ്തിട്ടില്ലെന്നും മുൻമന്ത്രി റോഷി അഗസ്റ്റിൻ 24 പറഞ്ഞു. ഇപ്പോൾ 112 കോടിയുടെ അഴിമതി എന്നാണ് പറയുന്നത്. ഈ പദ്ധതി എത്ര കോടിയുടെ ആണെന്നുള്ളതാണല്ലോ ആദ്യത്തെ പ്രശ്നം. മാത്രമല്ല ഇതിൽ ഗവൺമെൻറ്റിനൊരു പൈസ മുടക്കമുള്ള പദ്ധതിയല്ല. എത്ര കോടിയുടെ പദ്ധതിയാണ്? 116 എനിക്ക് തോന്നുന്നു. 116 കോടിയുടെ പദ്ധതിയാണ്. ഒരു പൈസ ഗവൺമെൻറ്റിന് മുടക്കമുള്ള പദ്ധതിയല്ല. ഇത് ഏറ്റെടുക്കുന്ന കമ്പനി തന്നെയാണ് ഇതിൻ്റെ പണം മുടക്ക്. CPIM-നെയോ LDF-നെയോ ഭയപ്പെടുത്താമെന്ന് കരുതരുതെന്നും UDF-ന് അധികാരം കിട്ടിയതിൻ്റെ ആരംഭ ശൂരത്വമാണെന്നും EP ജയരാജൻ. അവർക്ക് അധികാരം കിട്ടിയതല്ലേ, ആരംഭശൂരത്വം കാണും. പക്ഷേ ഇടതുപക്ഷ മുന്നണിയെയോ CPM-നെയോ അങ്ങനെ ഭയപ്പെടുത്താമെന്ന് ധരിക്കരുത്.
LDF സർക്കാരിൻ്റെ കാലത്തെ അഴിമതി ആരോപണങ്ങൾ ശക്തമായ നടപടി സ്വീകരിക്കുന്നെന്ന പ്രതീതി സൃഷ്ടിക്കാനാണ് അധികാരമേറ്റ് തൊട്ടു പിന്നാലെയുള്ള അന്വേഷണത്തിലൂടെ UDF ലക്ഷ്യമിടുന്നത്. 24 തിരുവനന്തപുരം. 12ാം ക്ലാസ് മൂല്യനിർണ്ണയത്തിനെതിരെ ഉയർന്ന പരാതികളിൽ CBSEയോട് വിശദീകരണം തേടി വിദ്യാഭ്യാസ മന്ത്രാലയം. പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കുന്നതിലെ സാങ്കേതിക തടസ്സം എത്രയും വേഗം പരിഹരിക്കാൻ CBSEക്ക് നിർദ്ദേശവും നൽകി. CBSEയുടെ ഔദ്യോഗിക വെബ്സൈറ്റിന്റെ സാങ്കേതിക തകരാറിനെ തുടർന്ന് വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രതിസന്ധിയിലാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ ഇടപെടൽ. വെബ്സൈറ്റിലെ സാങ്കേതിക പിഴവിനെക്കുറിച്ചും വിദ്യാർത്ഥികൾക്കുണ്ടായ ബുദ്ധിമുട്ട് സംബന്ധിച്ചും വിദ്യാഭ്യാസ മന്ത്രി CBSEയിൽ നിന്നും വിശദമായ റിപ്പോർട്ട് തേടി. വെബ്സൈറ്റ് പരിപാലിക്കുന്ന ഏജൻസിയെ സംബന്ധിച്ചും വിവരങ്ങൾ അറിയിക്കാൻ ആവശ്യപ്പെട്ടു. നിലവിലെ പ്രശ്നങ്ങളിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് സൂചന. CBSE +2 പുനർമൂല്യനിർണ്ണയത്തിന് മുന്നോടിയായി ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പെടുക്കാനുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനിടെയാണ് വെബ്സൈറ്റിൽ വ്യാപകമായ സാങ്കേതിക പ്രശ്നം നേരിട്ടത്. ഉത്തരക്കടലാസിന്റെ പകർപ്പിനായി അപേക്ഷ നൽകാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെ കഴിഞ്ഞ 5 ദിവസമായി സാങ്കേതിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഒരു വിഷയത്തിന്റെ ഉത്തരക്കടലാസ് എടുക്കാനുള്ള ഫീസ് 100 രൂപയാണെന്നിരിക്കെ ഓൺലൈനിൽ 69,420 രൂപ കാണിക്കുന്നെന്നും വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടു. അതേസമയം ഫീസ് അടച്ചിട്ടും ഉത്തരക്കടലാസിന്റെ പകർപ്പ് നിരവധി വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടില്ല. ലഭിച്ച ഉത്തരക്കടലാസിന്റെ പകർപ്പുകളിൽ വ്യക്തതയില്ലെന്നും വിദ്യാർത്ഥികൾ വ്യാപകമായി ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. വിഷയത്തിൽ CBSEയിൽ നിന്നും ഔദ്യോഗിക പ്രതികരണം ലഭിച്ചിട്ടില്ല. വെബ്സൈറ്റിലെ പ്രശ്നങ്ങൾ പരിഗണിച്ച് സമയപരിധി നീട്ടുമെന്നാണ് CBSE വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. 24 ഡൽഹി. CBSE 12ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണ്ണയത്തിനെതിരെ ഉയരുന്നത് വ്യാപകമായ പരാതികളാണ്. ഓൺ സ്ക്രീൻ മാർക്കിംഗ് രീതി പാളി എന്നാണ് ആക്ഷേപം. പരീക്ഷയിൽ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ലെന്നും പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട ആശങ്ക വലുതായുണ്ടെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. ഉത്തരക്കടലാസുകൾ അധ്യാപകർ നേരിട്ട് മാർക്കിടുന്നതിനു പകരം സ്കാൻ ചെയ്ത് ഡിജിറ്റൽ രൂപത്തിലാക്കി മൂല്യനിർണ്ണയം നടത്തുന്ന രീതിയാണ് ഓൺ സ്ക്രീൻ മാർക്കിംഗ്. ഫലം വന്നപ്പോൾ പ്രതീക്ഷിച്ചത്ര മാർക്ക് കിട്ടാത്തതിന്റെ ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് CBSE ആവർത്തിക്കുമ്പോഴും വിദ്യാർത്ഥികളും മാതാപിതാക്കളും വലിയ നിരാശയിലാണ്. ഭാഗ്യത്തിന് എൻ്റെ ഇതിൽ ക്ലാരിറ്റി ഉണ്ട്. കുറേ കുട്ടികൾ പറയുന്നുണ്ട് കിട്ടിയതിന് ക്ലാരിറ്റി ഇല്ല, ബ്ലറായിട്ടാണ് കാണുന്നതെന്ന് പറയുന്നുണ്ട്. OSM രീതി പരിചയപ്പെടാനുള്ള സമയം പോലും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും കിട്ടിയിട്ടില്ല എന്നാണ് പരാതി. വിഷയവുമായി ബന്ധപ്പെട്ട് ആരെ ബന്ധപ്പെടണമെന്ന് പോലും അറിയാത്ത അവസ്ഥയാണെന്ന് മാതാപിതാക്കൾ പറയുന്നു. സൈറ്റിൽ കുറേ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ടോൾ ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു 8-10 നമ്പറിൻ്റെ അടുത്ത് ലാൻഡ് ഫോൺ നമ്പറായിട്ടും ടോൾ ഫ്രീ നമ്പറായിട്ടും ഇവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ നമ്പറിലൊന്നും വിളിച്ചിട്ട് വേണ്ടത്ര റെസ്പോൺസ് ഇല്ല. പരാതിയിൽ വ്യക്തമായ ഉത്തരം ഇപ്പോഴും CBSEയിൽ നിന്ന് സ്കൂളുകൾക്ക് ലഭിച്ചിട്ടില്ലെന്ന് കേരള CBSE മാനേജ്മെന്റ് അസോസിയേഷൻ രക്ഷാധികാരി ഇബ്രാഹിം ഖാൻ പറഞ്ഞു. ആ പുനർമൂല്യം കൊടുക്കുന്നത് ഒരു തീയതി നിശ്ചയിച്ചിരുന്നു. ആ ദിവസത്തിനുള്ളിൽ ആൻസർ ബുക്ക് ഇവർക്ക് കിട്ടിയിട്ടില്ല. പലർക്കും 10,000-കണക്കിന് വിദ്യാർത്ഥികൾക്ക്. അപ്പോൾ അവർക്ക് അത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് മറ്റേ ഈ എഞ്ചിനീയറിംഗൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ആശങ്ക ഭയങ്കരമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന പരാതികളിലെല്ലാം വ്യക്തത വേണമെന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നുമാണ് വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും ആവശ്യം. 24 കോഴിക്കോട്. മന്ത്രിയായ സണ്ണി ജോസഫിന് പകരം പുതിയ KPCC അധ്യക്ഷനെ ഉടൻ കണ്ടെത്തണമെന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ. KPCC DCC ഭാരവാഹികളെ കണ്ടെത്തുമ്പോൾ സാമുദായിക സമവാക്യങ്ങൾ പരിഗണിക്കണമെന്നും ഒരു വിഭാഗം നേതാക്കൾ പറയുന്നുണ്ട്. മന്ത്രിമാരുടെയും MLA-മാരുടെയും സ്റ്റാഫുകളിലേക്ക് പരിഗണിക്കുന്നവരെ പുനഃസംഘടനയിൽ പരിഗണിക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് തീരുമാനം. ചർച്ചകൾ നീട്ടിക്കൊണ്ടു പോകാതെ പുതിയ KPCC അധ്യക്ഷനെ ഉടൻ കണ്ടെത്തണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നു. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ശക്തമായ KPCC നേതൃത്വം വേണമെന്നാണ് ആവശ്യം. പുതിയ KPCC DCC ഭാരവാഹികളെ കണ്ടെത്തുമ്പോൾ സാമുദായിക സമവാക്യങ്ങൾ പരിഗണിക്കണമെന്നും ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. ക്രിസ്ത്യൻ, ഈഴവ, മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നാണ് നേതാക്കളുടെ ആവശ്യം. കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാൻ, ജോസഫ് വാഴക്കൻ, അടൂർ പ്രകാശ്, മാത്യു കുഴൽനാടൻ എന്നിവരാണ് പരിഗണനയിലുള്ളത്. 1 ഡസനോളം പേർ അധ്യക്ഷ പദവി മോഹിച്ച് ചരടുവലി തുടരുന്നുണ്ട്. ഇതിൽ പരമ്പരാഗത സാമുദായിക സമവാക്യം പരിഗണിച്ചാൽ കൊടിക്കുന്നിൽ സുരേഷിന് പദവി നഷ്ടമാകും. പുനഃസംഘടനയിൽ KC വേണുഗോപാലിന്റെ നിലപാടാകും നിർണായകമാകുക. അതേസമയം മന്ത്രിമാരുടെയും MLA-മാരുടെയും സ്റ്റാഫുകളിലേക്ക് പരിഗണിക്കുന്നവരെ പുനഃസംഘടനയിൽ പരിഗണിക്കേണ്ടതില്ലെന്നാണ് കോൺഗ്രസ് തീരുമാനം. കോൺഗ്രസിന് പുറമെ യൂത്ത് കോൺഗ്രസ്, KSU തുടങ്ങിയ പോഷക സംഘടനകളുടെ പുനഃസംഘടനയിലും ഇവരെ പരിഗണിക്കില്ല. മന്ത്രിമാരുടെയും MLA-മാരുടെയും സ്റ്റാഫുകളിൽ കയറിപ്പറ്റാൻ പിടി വലിയാണ്. 24 തിരുവനന്തപുരം. പയ്യന്നൂർ പരാജയത്തിൽ CPM ഏരിയ കമ്മിറ്റി യോഗത്തിൽ ചേരിതിരിഞ്ഞ് വാഗ്വാദം. വി കുഞ്ഞികൃഷ്ണന് വേണ്ടി പാർട്ടിക്കുള്ളിലെ ചിലർ രഹസ്യമായി പ്രവർത്തിച്ചെന്ന് മുൻ MLA TA മധുസൂദനെ അനുകൂലിക്കുന്നവർ ആരോപിച്ചു. എന്നാൽ നേതൃത്വത്തെ കുറ്റപ്പെടുത്തുകയാണ് മറുവിഭാഗം.
പയ്യന്നൂരിൽ പാർട്ടി വിട്ട് UDF-നൊപ്പം മത്സരിച്ച വി കുഞ്ഞികൃഷ്ണനെ CPIM നേതാക്കൾ പരസ്യമായും രഹസ്യമായും സഹായിച്ചെന്ന TI മധുസൂദനനെ അനുകൂലിക്കുന്നവർ. ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ഒരാൾക്ക് 30,000-ലേറെ വോട്ട് ഒറ്റയ്ക്ക് നേടാനാകില്ലെന്നാണ് ഇവരുടെ വാദം. രഹസ്യ ക്യാമ്പയിൻ നടത്തി കുഞ്ഞികൃഷ്ണന് വോട്ടുകൾ അനുകൂലമാക്കാൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ മുതൽ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ വരെ കൂട്ടുനിന്നെന്നും ആരോപണം. എന്നാൽ പാർട്ടി ഫണ്ട് കൈകാര്യം ചെയ്തതിലടക്കം നേതൃത്വത്തിന് വീഴ്ചയുണ്ടായെന്നാണ് മറുവിഭാഗത്തിന്റെ വാദം. കണക്ക് ജനങ്ങളോട് പറയില്ലെന്ന് ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ജനങ്ങളെ എതിരാക്കി. രക്തസാക്ഷി ഫണ്ട് കട്ടെന്ന് കേട്ടാൽ ഏത് CPIM-കാരനാണ് വോട്ട് ചെയ്യുകയെന്ന ചോദ്യവും ഉയർന്നു. എന്തു വന്നാലും ജയിക്കും എന്ന നേതൃത്വത്തിന്റെ ധാർഷ്ട്യത്തിന് കിട്ടിയ തിരിച്ചടിയാണ് തോൽവിയെന്ന് ഒരു വിഭാഗം വിമർശിച്ചു. MV ഗോവിന്ദനും പിണറായി വിജയനും ശൈലി തിരുത്തണമെന്ന ആവശ്യവും ഉയർന്നു. 24 കണ്ണൂർ. G. സുധാകരൻ അനുകൂലിയും അമ്പലപ്പുഴയിലെ പ്രാദേശിക നേതാവുമായ PG സൈറസിനെ CPM പുറത്താക്കി. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നാണ് ആരോപണം. അതിനിടെ CPM ചാലക്കുടി, കവളങ്ങാട് ഏരിയ കമ്മിറ്റി യോഗങ്ങളിലും പിണറായി വിജയൻ, MV ഗോവിന്ദൻ എന്നിവർക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നു. ഇരുവരുടെയും ശൈലി തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ചു എന്ന അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി കവളങ്ങാട് ഏരിയ കമ്മിറ്റിയിൽ മുൻ മന്ത്രി P. രാജീവിനെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നു. പാർട്ടി എന്നാൽ താൻ മാത്രമെന്നായിരുന്നു P. രാജീവിന്റെ ചിന്ത എന്നാണ് അംഗങ്ങളുടെ കുറ്റപ്പെടുത്തൽ. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് അർഹനല്ല എന്നും അവിടെ അഭിപ്രായം ഉയർന്നു. KSRTCയിൽ സ്ത്രീകൾക്കായുള്ള സൗജന്യ യാത്രാ പദ്ധതിയിൽ നാളത്തെ മന്ത്രിസഭാ യോഗം നിർണായകമാണ്. ആനുകൂല്യം നടപ്പാക്കിയാൽ ഉണ്ടാകുന്ന നഷ്ടക്കണക്ക് മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിക്കും. അന്തിമ തീരുമാനം ഗതാഗത വകുപ്പ് മുഖ്യമന്ത്രിക്ക് വിട്ടു. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലാക്കി തുടങ്ങിയാൽ ടിക്കറ്റ് വരുമാനത്തിലൂടെ മാത്രം KSRTCക്ക് നഷ്ടം 112 കോടി രൂപയാണ്. 3 മാസത്തിനുള്ളിലാണ് നഷ്ടം ഇത്രയധികമാകുന്നത്. ഈ ഭീമമായ കണക്ക് KSRTC MD ഗതാഗത വകുപ്പ് സെക്രട്ടറിക്ക് സമർപ്പിച്ചിരുന്നു. നാളെ മന്ത്രിസഭാ യോഗത്തിന് മുൻപാകെ വിവരങ്ങൾ അവതരിപ്പിക്കും. മന്ത്രിസഭയുടെ അംഗീകാരത്തോടെയായിരിക്കും പദ്ധതി നടപ്പാക്കുക. KSRTC ജീവനക്കാരുടെ ശമ്പളത്തിനും ഇന്ധനത്തിനുമായി 125 കോടിയിലധികം രൂപ സർക്കാർ മുന്നേ തന്നെ KSRTCക്ക് നൽകുന്നുണ്ട്. അതിനു പുറമെയാണ് ടിക്കറ്റ് വരുമാനത്തിൽ വരുന്ന നഷ്ടം കൂടി വഹിക്കേണ്ടി വരിക. ജൂൺ 15-ന് മുൻപായി പുതിയ സ്കീം തയ്യാറാക്കുക, ഫിനാൻഷ്യൽ റോഡ് മാപ്പ് തയ്യാറാക്കുക തുടങ്ങിയ കടമ്പകളും സർക്കാരിന്റെ മുന്നിലുണ്ട്. തുടർ തീരുമാനങ്ങൾ മുഖ്യമന്ത്രിക്ക് വിടാനാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനം. സർക്കാരിന്റെ അധിക സഹായമുണ്ടെങ്കിൽ പദ്ധതി നടപ്പിലാക്കാമെന്നാണ് KSRTCയുടെ നിലപാട്. 24 തിരുവനന്തപുരം. എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്തെ മയക്കുമരുന്ന് ശൃംഖലയുടെ അടിവേറക്കും പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാനുമായി പോലീസ് മുന്നോട്ട്. ലഹരി ഉറവിടവും വിതരണ ശൃംഖലയും തകർക്കാൻ ഇന്റലിജൻസ് സംവിധാനം കാര്യക്ഷമമാക്കും എന്ന് DGP റവാഡ ചന്ദ്രശേഖർ 24-നോട് പറഞ്ഞു. സ്കൂളുകളിലെ ലഹരി ഉപയോഗം തടയാൻ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമാക്കുമെന്നും DGP വ്യക്തമാക്കുന്നു. ഇന്നോളം സംസ്ഥാനം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ലഹരിക്കെതിരായ സമഗ്രമായ ആക്ഷൻ പ്ലാനാണ് ആഭ്യന്തര വകുപ്പ് ലക്ഷ്യമിടുന്നത്. ഇന്നലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇതിന്റെ നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് പോലീസ് തലപ്പത്ത് സമഗ്രമായ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയാണ്. പോലീസ് ഉപദേഷ്ടാവ് മുൻ DGP A. ഹേമചന്ദ്രന്റെ നിർദ്ദേശങ്ങൾ കൂടി സ്വീകരിച്ചുകൊണ്ടാണ് പ്ലാൻ തയ്യാറാക്കുന്നത്. DGP രവത ചന്ദ്രശേഖർ പഴയ IB ബന്ധങ്ങൾ ഉപയോഗിച്ച് ലഹരിയുടെ ഉറവിടം കണ്ടെത്തിയുള്ള അന്തർ സംസ്ഥാന ഓപ്പറേഷനാണ് തയ്യാറാക്കുന്നത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ചത് രാസലഹരിയില്ലാത്ത കേരളമാണെന്നും കേരള പോലീസ് ലക്ഷ്യം വെക്കുന്നത് അതിനായുള്ള സമഗ്രമായ ആക്ഷൻ പ്ലാൻ ആണെന്നും DGP രവത ചന്ദ്രശേഖർ 24-നോട് പറഞ്ഞു. ഇൻഡിവിജ്വലി പോലീസ് ആക്ഷൻസും അതോടൊപ്പം തന്നെ ബേസിക്കലി ടു ഐഡന്റിഫൈ ദി പെഡലേഴ്സ്, സപ്ലയേഴ്സ് ആൻഡ് ടു ഗോ അപ്പ് ദ സോഴ്സ് ലെവൽ. Then secondly, we will be having the special squads will be prepared for the special drive, and we will also go for the large scale awareness programs concentrating the schools and the colleges and other communities also. ലഹരിയുടെ ഉറവിടം, വിൽപ്പന ശൃംഖല, ഉപയോഗിക്കുന്ന കേന്ദ്രങ്ങൾ ഇതെല്ലാം കണ്ടെത്തും. ഇതിനായി പ്രത്യേക ഇന്റലിജൻസ് സംവിധാനം പുനർക്രമീകരിക്കും. പഴയ ഡാൻസ് ഓഫ് പുതിയ രീതിയിലേക്ക് പുനഃക്രമീകരണം നടത്തും. സംസ്ഥാനത്തിന് പുറത്തുനിന്നും കേരളത്തിലേക്ക് രാസലഹരി ഒഴുകുന്ന ശൃംഖലയെ കണ്ടെത്തി വേരറുക്കുകയാണ് ലക്ഷ്യം. ജൂൺ മാസത്തിൽ ക്യാമ്പസുകൾ സജീവമാകുമ്പോൾ സ്കൂളും കോളേജും കേന്ദ്രീകരിച്ച് പ്രത്യേകമായി രഹസ്യ അന്വേഷണ സംഘം പ്രവർത്തിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെയും ഈ തൂഫാന്റെ ഭാഗമാക്കും. ചുരുക്കത്തിൽ തൂഫാൻ ലക്ഷ്യമിടുന്നത് കേരളത്തിൽ ലഹരിക്കെതിരായ വലിയ യുദ്ധമാണ്. ആഭ്യന്തരമന്ത്രിയായി രമേശ് ചെന്നിത്തല ചുമതലയേറ്റ ശേഷം ആദ്യ നിർദ്ദേശം തന്നെ രാസലഹരിയില്ലാത്ത കേരളമാണ്. തൂഫാൻ തുടച്ചു നീക്കും രാസലഹരിയെ. പോലീസിന്റെ ആക്ഷൻ പ്ലാൻ അത്തരത്തിലാണ് തയ്യാറാകുന്നത്. ദീപക് ധർമ്മടം, 24.
മുട്ടിൽ മരമുറി കേസിൽ LDF സർക്കാരിന്റെ അട്ടിമറി നീക്കങ്ങൾ പുറത്ത്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റണമെന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ആവശ്യം പരിഗണിച്ചില്ല. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നീക്കങ്ങളിൽ ദുരൂഹതയുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആരോപിച്ചിരുന്നു. UDF സർക്കാരിൽ പ്രതീക്ഷ വെക്കുകയാണ് അന്വേഷണ സംഘം. മുട്ടിൽ മരമുറി കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോസഫ് മാത്യുവിനെ മാറ്റണമെന്നാണ് ആവശ്യം. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ദുരൂഹ ഇടപെടൽ സംബന്ധിച്ച് അന്വേഷണ സംഘം സർക്കാരിന് റിപ്പോർട്ട് നൽകി 1 വർഷമായിട്ടും നടപടിയുണ്ടായില്ല. ക്രൈംബ്രാഞ്ച് DYSP VV ബെന്നിയുടെ നേതൃത്വത്തിലാണ് മുട്ടിൽ മരമുറി കേസ് അന്വേഷിച്ചിരുന്നത്. അഡ്വക്കേറ്റ് ജോസഫ് മാത്യു പ്രോസിക്യൂട്ടറായിരിക്കുന്നിടത്തോളം കേസിന്റെ കാര്യത്തിൽ സംശയമുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. 85,000 പേജുള്ള 41 കുറ്റപത്രങ്ങൾ 2 വർഷത്തിനിടെ അന്വേഷണ സംഘം സമർപ്പിച്ചു. 36 കുറ്റപത്രങ്ങളിലും ആൻഡോ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ എന്നിവർ നടത്തിയ ഈട്ടിക്കൊള്ളയെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. ഭൂവുടമകളായ ആദിവാസികളെ കബളിപ്പിച്ച് കോടികൾ വില വരുന്ന ഈട്ടിമരങ്ങൾ 14 ലക്ഷം രൂപ മാത്രം നൽകി തട്ടിയെടുത്തെന്നാണ് ആരോപണം. എസ് വിനേഷ് കുമാർ, 24, തിരുവനന്തപുരം. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ വടകരയിലെ വർഗീയ ചുവയുള്ള കാഫർ സ്ക്രീൻഷോട്ട് പ്രചരിച്ചതിൽ പുനരന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കും. പാർക്കിൽ അബ്ദുള്ള MLA നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നീക്കം. പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നാണ് പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ട്. ഷാഫി പറമ്പലിനെ വർഗീയവാദിയെ ചിത്രീകരിക്കാൻ കാഫർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് CPIM പ്രവർത്തകർ തന്നെയാണ് എന്നതാണ് UDF ആരോപണം. പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് കൂട്ടപ്പരോൾ അനുവദിച്ചത് ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലല്ല എന്നതിന് തെളിവ് പുറത്ത്. പരോൾ വ്യവസ്ഥയിലെ മാറ്റം മാത്രമാണ് കോടതി ഉത്തരവിൽ പറയുന്നത്. ഉത്തരവിന്റെ പകർപ്പ് 24 കിട്ടി. പ്രതികൾക്ക് കൂട്ടപ്പരോൾ അനുവദിച്ചതിന് പിന്നാലെ കല്യോട്ട് പ്രദേശത്ത് പോലീസ് കടുത്ത ജാഗ്രതയിലുമാണ്. മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ 1-ാം പ്രതി പീതാംബരനുൾപ്പെടെ മുഴുവൻ പ്രതികൾക്കും കൂട്ടപ്പരോൾ അനുവദിച്ചതെന്ന ആക്ഷേപം കൊല്ലപ്പെട്ട ശരത് ലാലിന്റെ കുടുംബം ഉന്നയിച്ചിരുന്നു. ഇതിൽ ചട്ടലംഘനം നടന്നതായ സംശയവും അവർക്കുണ്ടായിരുന്നു. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികൾക്ക് പരോൾ അനുവദിച്ചത് എന്നായിരുന്നു ജയിൽ അധികൃതർ ആദ്യം നൽകിയ വിശദീകരണം. എന്നാൽ മാർച്ച് 13 ഹൈക്കോടതി ഉത്തരവ് പ്രതികളുടെ പരോൾ വ്യവസ്ഥയിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ളതായിരുന്നു. അതിന് പിന്നാലെ LDF സർക്കാർ ഭരണം ഒഴിയുന്നതിനു മുൻപായി വിവിധ കേസുകളിൽ ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് പരോൾ നൽകുന്ന കൂട്ടത്തിൽ പെരിയ കേസിലെയും പ്രതികൾക്ക് പരോൾ അനുവദിക്കുകയായിരുന്നു. കോടതി ഉത്തരവിന്റെ ബലത്തിൽ പ്രതികൾക്ക് നാട്ടിലേക്ക് പ്രവേശിക്കാനും സാധിച്ചു. അതേസമയം പരോൾ അനുവദിക്കുന്നതിനു മുമ്പായി പ്രൊബേഷൻ ഓഫീസറുടെയും ലോക്കൽ പോലീസിന്റെയും റിപ്പോർട്ട് തേടിയിട്ടില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. രാഷ്ട്രീയ കൊലപാതക കേസുകളിലെ പ്രതികൾ കൂട്ടത്തോടെ ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നതും നാട്ടിലേക്കെത്തുന്നതും ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്നത് പരിഗണിച്ചില്ലെന്ന പരാതിയും ഇതിനകം ഉയർന്നു കഴിഞ്ഞു. കനത്ത പോലീസ് കാവലിലാണ് ഇപ്പോൾ കല്യോട്ട് പ്രദേശം. 24, കാസർഗോഡ്. SFI പ്രവർത്തകൻ ധീരജ് വധക്കേസിലെ 1-ാം പ്രതി നിഖിൽ പൈലി DCC അംഗമാക്കുന്നതിനെ വിമർശിച്ചു CPIM. പോലീസ് സംരക്ഷണം നേടിയെടുക്കാനാണ് നിഖിൽ പൈലിക്ക് DCC അംഗത്വം നൽകിയതെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് ആരോപിച്ചു. ഏറ്റവും ഉയർന്ന തലത്തിൽ അധികാരം തങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നു എന്ന ഉദാഹരണമാണ് ഇപ്പോൾ ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഇത്തരം നിലപാടുകൾ UDF സ്വീകരിക്കുന്നു, കോൺഗ്രസ് സ്വീകരിക്കുന്നത് ശരിയാണെന്ന് കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെ ഒരു വിഭാഗമെങ്കിലും ചിന്തിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഈ കൊലയാളിയായിട്ടുള്ള നിഖിൽ പൈലിയെ ഇനി DCC മെമ്പറാണല്ലോ, അധികാരത്തിരിക്കുകയാണല്ലോ, അധികാരം ഉപയോഗപ്പെടുത്തിയാൽ അയാൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്താം. ആ പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വളരെ കൃത്യമായിട്ട് കാര്യമാണ്. ഞങ്ങൾ നിയമത്തിന് മുമ്പിലൂടെയാണ് സഞ്ചരിക്കുന്നത്, ഞങ്ങൾ നിയമത്തെയാണ് ആശ്രയിക്കുന്നത്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി ഈ കൊലപാതകം ആസൂത്രിതമാണ് എന്നുള്ളത് തെളിയിക്കപ്പെടും. ഹാക്ക് ചെയ്യപ്പെട്ട ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തിരിച്ചുപിടിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി. കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കോൺഗ്രസും CPIM ഇന്നും രംഗത്തെത്തി. ഒരു മൂവ്മെന്റിനെയും അടിച്ചമർത്തുന്ന രീതി ശരിയല്ല എന്ന് AIC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. 22 മില്യൺ ഫോളോവേഴ്സുള്ള CJPയുടെ അക്കൗണ്ടാണ് വീണ്ടെടുക്കാൻ കഴിഞ്ഞതായി സ്ഥാപകൻ അഭിജിത്ത് ദീപ് കെ അറിയിച്ചത്. ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്കുള്ള ആക്സസ് നഷ്ടപ്പെട്ടത് ഇന്നലെയായിരുന്നു. തുടർച്ചയായ ശ്രമങ്ങൾക്കൊടുവിൽ അക്കൗണ്ട് വീണ്ടെടുക്കാൻ കഴിഞ്ഞതായി ദീപ് കെ അറിയിച്ചു. CJPക്കെതിരായ BJPയുടെ തുടർച്ചയായ വിമർശനങ്ങളിലും ദീപ് കെ മറുപടി നൽകി. എന്തുകൊണ്ടാണ് ഒരു കേന്ദ്രമന്ത്രി ഇന്ത്യൻ യുവാക്കളെ പാകിസ്ഥാനികളായി മുദ്ര കുത്തുന്നതെന്ന് അഭിജിത്ത് ദീപ് കെ ചോദിച്ചു. CJPയെ കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പിന്തുണച്ചു. പുതിയ തലമുറ അസ്വസ്ഥരാണെന്നും അതിന്റെ തെളിവാണ് CJP എന്നും KC വേണുഗോപാൽ. ഈ ചെറുപ്പക്കാരെ ഇത്തരം അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടതിന് ഉത്തരവാദി ആരാണ്? ആ ചർച്ചയല്ലേ രാജ്യത്ത് നടക്കേണ്ടത്, അതല്ലേ നടക്കേണ്ടതും. അപ്പോൾ അതിന് അവരെ കുറ്റവാളികളാക്കി മാറ്റുന്നതിൽ എന്ത് അർത്ഥമുള്ളത്? അത് ശുദ്ധമായിട്ടുള്ള സംബന്ധം. കേന്ദ്ര സർക്കാരിനെതിരായ ജനരോക്ഷമാണ് CJPയിൽ പ്രതിഫലിക്കുന്നതെന്ന് ജോൺ ബ്രിട്ടാസ് MPയും ആരോപിച്ചു. ഈ സർക്കാരിന്റെ നടപടികൾക്കെതിരെ
രാജ്യത്തുടനീളം നുരഞ്ഞു പൊന്തുന്ന അസംതൃപ്തിയും രോഷവുമാണ് യഥാർത്ഥത്തിൽ ഈ കോക്രോച്ച് പാർട്ടിയിൽ പ്രതിഫലിക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നതിന് പകരം ദേശീയ സുരക്ഷ പോലുള്ള ചില പല്ലവികൾ ഏറ്റെടുത്ത് ഇതിനെ പ്രതിരോധിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ കൂടി ലഭിച്ചതോടെ CJPക്കെതിരായ വിമർശനം ശക്തമാക്കുകയാണ് BJP. 24 ഡൽഹി. ബക്രീദ് പ്രമാണിച്ച് സംസ്ഥാനത്ത് 2 ദിവസത്തെ അവധിയാണ്. ഈ മാസം 27, 28 തീയതികളിലാണ് അവധി പ്രഖ്യാപനം. 27 മാത്രമായിരുന്നു ആദ്യം അവധി പ്രഖ്യാപിച്ചിരുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ നാളെയാണ് ആരംഭിക്കുക. തീർത്ഥാടകർ ഇന്നു മുതൽ മിനായിലേക്ക് നീങ്ങിത്തുടങ്ങും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 15 ലക്ഷത്തിലേറെ തീർത്ഥാടകർ ഇതിനോടകം മക്കയിലെത്തി. ചില വാർത്തകൾ വളരെ വേഗത്തിൽ. കോഴിക്കോട് മാമി തിരോധാന കേസിൽ അന്വേഷണ സംഘം വിപുലീകരിച്ച് ക്രൈംബ്രാഞ്ച്. സൈബർ വിദഗ്ധരെ ഉൾപ്പെടുത്തി പുതിയ ടീം രൂപീകരിച്ചു. തലശ്ശേരി ഫസൽ വധക്കേസിലെ നിർണായക തുണ്ടി മുതലായ രക്തം പുരണ്ട തൂവാല കോടതിയിൽ നിന്ന് കാണാതായ സംഭവത്തിൽ റിപ്പോർട്ട് തേടി കൊച്ചി CBI കോടതി. എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് റിപ്പോർട്ട് തേടിയത്. ആഫ്രിക്കൻ രാജ്യങ്ങളിലെ എബോള വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ. കോങ്കോ, ഉഗാണ്ട, സൗത്ത് സുഡാൻ എന്നീ രാജ്യങ്ങളിലേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.